കുഞ്ഞിച്ചോ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് ക്ലൗഡിന്റെ ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള 358 359 ഇനി വെറും 18 ചാപ്റ്റേഴ്സും കൂടെ ഉള്ളു ബ്ലാക്ക് ക്ലൗഡിനെ മാങ്ങായിട്ട് നമ്മൾ കോട്ടപ്പാകാനായി. സോ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോ, കാരണം അവർ ഇതൊക്കെ കണ്ടോട്ടെ. എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ ടാർജറ്റ് ഒന്നും വെച്ചില്ലെങ്കിൽ നിങ്ങൾ ലൈക്സ് എനിക്ക് തരാൻ പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോക്ക് ചെറിയൊരു ടാർജറ്റ് വെക്കുവാണ്. 900 ലൈക്സ് ആണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോക്ക് വെക്കുന്ന ടാർജറ്റ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ അച്ചീവ് ചെയ്യാവുന്ന ടാർജറ്റ് മാത്രമാണ് ഞാൻ വെച്ചിട്ടുള്ളത്. സോ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ മോറിസും മറിലിയനുള്ള ഫൈറ്റ് നന്നായിട്ട് തന്നെ വരുന്നുണ്ട്. പുള്ളിക്കാരുടെ ഒരു കൈ പൂർണ്ണമായിട്ടും പോയിട്ടുണ്ട്. പക്ഷെ പെട്ടെന്ന് തന്നെ പുള്ളിക്കാരുടെ ഹെൽത്ത് ഫയർ പുള്ളിക്കാരി ആക്ടിവേറ്റ് ചെയ്യും. അതിന്റെ സഹായത്തോടുകൂടി പുള്ളിക്കാരുടെ പോയ കൈ പുള്ളിക്കാരി റീജനറേറ്റ് ചെയ്യും, മോറിസിനെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യും. മോറിസിന്റെ കൂടെ ഒന്ന് കട്ടയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട്. ഫാസിനേറ്റിംഗ്, വളരെയധികം അത്ഭുതകരമായിട്ടുണ്ട്. ഞാൻ ഇതുവരെ ഒരു മനുഷ്യരുടെ ശരീരവും മാനായിട്ട് ഇത്രയും ക്ലോസ് ആയിട്ടിരിക്കുന്നത് കണ്ടിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ എന്ത് ചെയ്യാൻ സാധിക്കും? മാസ്റ്റർ ലൂഷ്യസ് എനിക്ക് തന്ന ശരീരമാണിത്. ഇതുകൊണ്ട് ഞാൻ എന്ത് തൊട്ടാലും അത് ഫുള്ളി തന്നെ ഡിസ്മാൻഡിലായി പോകും. കണ്ടില്ലേ, ഈ നെവർലാൻഡിംഗ് സ്പെല്ലിന് പോലും എന്റെ ഫ്രണ്ടിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കത്തില്ല. ആ സമയത്ത് തന്നെ യൂണോടെ ആ സ്പെല്ല് നമ്മുടെ മോറിസ് എന്താ പറയാ ഡിസോൾവ് ആക്കി കളയുന്നുണ്ട്. പക്ഷെ നീ എന്റെ ആ ടെന്റിക്കിൾസിനെ എല്ലാത്തിനെ കൗണ്ടർ ചെയ്തു. നിന്റെ ഈ പുതിയ മാന ഫോം കൊണ്ട് നീ അത് സാധ്യമാക്കി. മാർവലസ് ആയിട്ടുണ്ട്. പക്ഷെ എന്റെ ടെന്റിക്കിൾസിന്റെ സ്പീഡും അവരുടെ റീജനറേഷൻ കപ്പാസിറ്റിയും നീ ഉദ്ദേശിക്കുന്ന പോലെയൊന്നുമല്ല. നിനക്ക് എത്ര നേരം എന്റെ കൂടെ പിടിച്ചു നിൽക്കാൻ സാധിക്കും? മറിയിലേക്ക് മാത്രമേ അവന്റെ കൂടെ പിടിച്ചു നിൽക്കാൻ സാധിക്കത്തുള്ളൂ. പക്ഷെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് പുള്ളിക്കാരുടെ ജീവനും ആപത്താണ്. അതിന് ആരതൊക്കെ നോക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി നേരെ മോറിസിന്റെ നേരെ പോകുന്നുണ്ട്. പുള്ളിക്കാരി ഫുള്ള് ആ ബാറ്റിൽ മയങ്ങി നിൽക്കുവാണ്. എങ്ങനെയെങ്കിലും അവനൊന്ന് ഹിറ്റ് ചെയ്താൽ മാത്രം മതി. എന്നാൽ അതേസമയം ബാക്കിയുള്ള മാജിക് നൈറ്റ്സിന്റെ എല്ലാവരും കുറെ നേരം പാലഡിൻസ് ആർമി അറ്റാക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. പക്ഷെ അവിടേക്ക് പെട്ടെന്ന് നമ്മുടെ ഫുജിലിയൻ വന്നിട്ട് പുള്ളിക്കാരൻ അത് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. ലോർഡ് ഫുജിലിയൻ, നിങ്ങൾക്ക് മാത്രമേ ഇവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് കഷ്ടമുണ്ട്, എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് പിടിച്ചു നിൽക്കാൻ നോക്ക്. എന്ത് അവസ്ഥയാണ് നോക്കണേ. നമ്മൾ ക്രിംസൺ ലൈൻ കിങ്സ് എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? നമുക്കിവിടെ നോക്കിക്കൊണ്ട് നിൽക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ. പക്ഷെ ഈ സമയത്തും ഫുജിലിയന്റെ മനസ്സ് നമ്മുടെ മറിലിയനെ പറ്റിയാണ്. പുള്ളിക്കാരിക്ക് വല്ല പ്രശ്നം ഉണ്ടോ എന്നാണ് പുള്ളിക്കാരൻ ആലോചിക്കുന്നത്. അധികം വൈകാതെ തന്നെ നമ്മുടെ മറിലിയനയുടെ പവേഴ്സ് ഒക്കെ ഫെയ്ഡ് ആകാൻ തുടങ്ങും. മോറിസിന് മനസ്സിലായി ഇതാണ് സമയം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പെട്ടെന്ന് നമ്മുടെ മറിലിയോനെ അറ്റാക്ക് ചെയ്യാൻ പോകും. എന്നാൽ ക്രിംസൺ ലൈൻ കിങ്ങിലുള്ള രണ്ടുപേര് അവിടേക്ക് വന്ന് മറിലിയോനെ രക്ഷിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും അവരുടെ ലൈഫ് സാക്രിഫൈസ് ചെയ്യും. എന്നിട്ട് തിരിഞ്ഞു നോക്കി മറിലിയോനെ നോക്കി പറയുന്നുണ്ട്, മാം ഇനി എല്ലാം നിങ്ങളുടെയിലാണ്. ദേഷ്യം വന്ന മറിലിയോണ അപ്പ തന്നെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ മോറിസ് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അത് കൊള്ളാം, നീ എന്റെ ടെന്റിക്കിൾസും നിന്റെ അലൈസിനെ ഒരുമിച്ച് കത്തിച്ചു കളഞ്ഞോ. എന്തായാലും അതിന്റെ ഒരു ഐഡിയ കൊള്ളാം. ദേഷ്യം വന്ന മറിലിയോണ പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഉറപ്പായിട്ടും കൊന്നിരിക്കും. അപ്പൊ തന്നെ പുള്ളിക്കാരുടെ നേരെ കുറേയധികം ടെക്നിക്കൽസ് വരുന്നുണ്ട്. ഇതെല്ലാം ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി കുറേയധികം ക്രിംസൺ ലൈനിലെ ആൾക്കാർ അവിടേക്ക് വരുന്നുണ്ട്. ഇത്രയൊക്കെ ലൈഫ് നിങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്ന പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് ഒരിക്കലും ഇവിടെ ജയിക്കാൻ സാധിക്കത്തില്ല. ഇതേസമയം കുറെ പേര് നമ്മുടെ മറിലിയോനെ രക്ഷിക്കുന്നുണ്ട്. അവളായിട്ട് നിർത്താതെ അറ്റാക്കും ചെയ്യുന്നുണ്ട്. മോറിസിന്റെ പവേഴ്സ് കാണാൻ നേരത്ത് ഇച്ചിരി ഓവർ പവർ ആണെങ്കിലും അത് എവിടെയെങ്കിലും വെച്ച് നിൽക്കുമെന്ന് മറിലിയോനൊക്കെ നല്ല ഉറപ്പുണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് പുള്ളിക്കാർ ഇങ്ങനെ നിർത്താതെ അറ്റാക്ക് ചെയ്യുന്നത്. കുറെ അധികം ക്രിംസൺ ലൈൻസിലുള്ള ആൾക്കാരായിരുന്നു അവിടെ മരിച്ചു വീണോണ്ടിരുന്നത്. പക്ഷേ അവർ മരിച്ചു വീഴാൻ നേരത്തും അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത് മറിലിയോണയുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു തീ പതുക്കെ പതുക്കെ ഒരു ഇൻഫർണോ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ മറിലിയോണ അവർ തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്ത് മോറിസിന്റെ തൊട്ടടുത്തെത്തിയിട്ടുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഒരു കാര്യം മനസ്സിലാക്കിയോ, ഇവിടെ പൊലിഞ്ഞ ഓരോ ജീവനും നീ കണക്ക് പറയും. ഞാൻ നിന്നെയും എന്നെയും എന്റെ തീടാത്ത് കരിച്ചിരിക്കും. ഇതേ സമയം മറ്റൊരു സ്ഥലത്ത് നമ്മുടെ നോസലിനെ കാണിക്കുന്നുണ്ട്. നോസൽ, നീ സ്ട്രോങ്ങർ ആയി, പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതിൽ കൂടുതൽ നിനക്ക് പോകാൻ സാധിക്കത്തില്ല. ഇതായിരുന്നല്ലേ ഞാൻ ബാക്കി വെച്ചിരുന്ന എന്റെ സിൽവർ ഈഗിൾസ്. ഇവർക്ക് ഇതിൽ കൂടുതൽ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കത്തില്ലേ. അതേസമയം നോസലിന്റെ അനിയത്തി അവിടെ കിടന്ന് പൊട്ടിക്കരയുന്നുണ്ട്. ചേട്ടാ, എനിക്ക് പറ്റത്തില്ല, എനിക്ക് എന്റെ അമ്മയായിട്ട് ഫൈറ്റ് ചെയ്യണ്ട, എനിക്ക് പറ്റത്തില്ല. സോളിഡ് താഴെ കിടപ്പുണ്ട്. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, പണ്ടാരം ഞങ്ങൾ നോക്കിയേ, ഞങ്ങൾക്ക് ഇവിടെ ഒരു ചാൻസ് പോലും ഉണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നില്ല. സോളിഡ്, നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല കപ്പാസിറ്റി ഉണ്ട്, നന്നായിട്ട് സ്ട്രോങ്ങർ ആകാൻ സാധിക്കുകയും ചെയ്യും. പക്ഷേ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു പ്രൈഡും ദേഷ്യമൊക്കെയാണ് നിങ്ങളുടെ സ്ട്രെങ്ത് ഇങ്ങനെ പൂട്ട് കെട്ടിവെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്നേഹമൊക്കെ കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരിക്കലും ഉണ്ടാകത്തില്ലായിരുന്നു. പക്ഷേ നിങ്ങൾ എന്നോട് ക്ഷമിക്കൂ, ഞാൻ മരിച്ചുപോയി. പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ, നിങ്ങൾ വീക്ക് ആണെങ്കിലും എനിക്ക് നിങ്ങളെ വളരെയധികം ഇഷ്ടമാണ്. മാസ്റ്റർ ലൂഷ്യസ് നമുക്ക് വേണ്ടി ഒരു പുതിയ ലോകം തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പോകുകയാണ്. അവിടെ ഞാനും നീയും എല്ലാവരും ഒരേപോലെ ആയിരിക്കും. നമുക്ക് ആദ്യം മുതൽ തുടങ്ങാം. പെട്ടെന്നായിരുന്നു സോളിഡ് അത് കേൾക്കുന്നത്. സോളിഡ്, നീ എന്തുവാണ് ഈ കാണിക്കുന്നത്? ഇത്ര പെട്ടെന്ന് നമുക്ക് വിട്ടുകൊടുക്കാൻ സാധിക്കും? നോയിലല്ലേ, നിന്നെ നോക്കിയേ, ഞാൻ ചെറുപ്പത്തിൽ എങ്ങനെയാണ് ഇരുന്നത് അതുപോലെ തന്നെയുണ്ട്. നമുക്കെല്ലാവർക്കും ഈ ഫൈറ്റ് കഴിയാൻ നേരത്ത് ഒരുമിച്ച് ഒരേപോലെ ജീവിക്കാൻ കേട്ടോ. കുറച്ച് നേരത്തേക്കാണെങ്കിലും ഞാൻ എൻ്റെ അമ്മയുടെ മനസ്സ് കണ്ടിട്ടുണ്ട്. നീ ചിലപ്പോൾ ഏസിയർ സിൽവിയ ആയിരിക്കാം, പക്ഷെ നീ ഒരിക്കലും ഞങ്ങളുടെ അമ്മയല്ല.
നീ ഞങ്ങളുടെ എനിമിയാണ്. ഇപ്പൊ നിന്നെ ഇവിടെ ഡിഫീറ്റ് ചെയ്ത് നിന്നെ സർപ്പാസ് ചെയ്യണം. അതാണ് എന്റെ എയിം. നോയില, നീ എന്തുവാണ് ഈ കാണിക്കുന്നത്? നീ സ്ട്രോങ്ങർ ഒക്കെയാണ്, പക്ഷെ നിന്റെ കൂടെ ഇപ്പൊ അണ്ടയില്ലെന്ന കാര്യം നീ മനസ്സിൽ വെക്കണം. അവിടുന്ന് ഒരു ഫ്ലാഷ് ബാക്കിലേക്കാണ് പോകുന്നത്. നമ്മുടെ ആസ്റ്റനെ ഓർത്തുകൊണ്ട് നമ്മുടെ നോയില ഒരു കടൽ തീരത്തിന്റെ സൈഡിൽ നിന്നുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. പുള്ളിക്കാരിക്ക് കുറേയധികം ഓർമ്മകൾ വരുന്നുണ്ട്. പക്ഷെ ആസ്റ്റയുടെ ആ ഒരു ചിരിയും ആ ഒരു സപ്പോർട്ടൊക്കെ കാരണം പുള്ളിക്കാരിക്ക് വിശ്വാസമാണ് ആസ്റ്റ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്ന്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ലൂഷ്യസിനെ സർപ്പാസ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് അവൾക്ക് മാറണമെന്ന് ഭയങ്കരധികം ആഗ്രഹമുണ്ട്. എനിക്ക് ഇനി സ്ട്രോങ്ങർ ആകണം, എനിക്ക് എന്റെ കിങ്ഡം പ്രൊട്ടക്ട് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവൻ എപ്പോൾ വേണമെങ്കിലും തിരിച്ച് എന്റെ വീട്ടിലേക്ക് വരാൻ സാധിക്കുമല്ലോ. പെട്ടെന്നായിരുന്നു അവിടേക്ക് നമ്മുടെ കഹോണ വരുന്നത്. പുള്ളിക്കാരി പറയുന്നുണ്ട്, എടി നോയലെ, നീ സ്ട്രോങ്ങർ ആണെന്നുള്ള കാര്യം എനിക്കറിയാം, പക്ഷേ നിന്റെ ചെറിയൊരു ഹെൽപ്പ് വേണം. ഞങ്ങളുടെ അണ്ടർ വാട്ടർ ടൈമിൽ ചെറിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ ക്ലോഡ് കിങ്ഡം അല്ല, ഈ ലോകത്തിൽ തന്നെ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമില്ല, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നീ ഒന്ന് വന്ന് നോക്ക്. പക്ഷേ നമ്മുടെ നോയല വരാൻ നേരത്ത് പുള്ളിക്കാരി കാണുന്നത് വളരെ വലിയ ഹ്യൂജ് ആയിട്ടുള്ള ഒരു സീ മോൺസ്റ്ററിനെയാണ്, അല്ല ഒരു സീ ഡ്രാഗനെയാണ്. ഇത് എന്തുവാണ്, ഒരു ഡ്രാഗനാണോ? ഡ്രാഗനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, അതൊരു ദൈവമാണ്, ഒരു സീ ഗോഡാണ്. ഞങ്ങളുടെ ഈ ടെമ്പിളിലുള്ള ഒരു സീ ഗോഡാണ്. പുരാണങ്ങളൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് ലോകം നശിക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ സീ ഗോഡ് അവേക്കൻ ചെയ്യുന്നു പറയുന്നുണ്ട്. ആ ലോകത്തിന് വേണ്ടി ഈ ലോകം നശിക്കാൻ പോകുവാണ്, അതുകൊണ്ടാണ് ഞാൻ എന്റെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത്. അതുമാത്രമല്ല, എനിക്കൊരു സ്ട്രോങ്ങർ ആയിട്ടുള്ള പാർട്ട്ണറിനെയും ആവശ്യമുണ്ട്. എനിക്ക് തോന്നുന്നത് ഇവൻ ആരെയോ തപ്പി നടക്കുവാണെന്ന്. അത് നീയാണെന്നാണ് എന്റെ മനസ്സ് പറഞ്ഞത്. അങ്ങനെ ആ ഫൈറ്റിന്റെ ഇടയിൽ വെച്ച് ആ ഒരു ഡ്രാഗനെ പുള്ളിക്കാരി വിളിക്കുന്നുണ്ട്, അല്ല ആ ദൈവത്തിനെ പുള്ളിക്കാരെ വിളിക്കുന്നുണ്ട്. അതിന്റെ പേര് ലെവിയാത്തൻ എന്നാണ്. കഹോണയും പുള്ളിക്കാരന്റെ ഫ്രണ്ടും അവിടേക്ക് വന്നിട്ടുണ്ട് ബാക്കിയുള്ളവരെ സഹായിക്കാൻ വേണ്ടി. അപ്പോഴാണ് നമ്മുടെ സോളിന് മനസ്സിലായത് നോയില വീണ്ടും 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 സ്ട്രോങ്ങർ ആയിക്കൊണ്ടിരിക്കുവാണെന്ന്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നോയിലയുടെ പുതിയൊരു ഫോമാണ്, വാൽക്കറി ആർമർ ഫോം. ഇത് ഭയങ്കര സ്ട്രോങ്ങർ ആണ്, നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ഫോമും കൂടിയാണ്. നിന്നെ നോക്കിയേ, നിന്നെ കണ്ടിട്ട് തന്നെ എനിക്ക് അഭിമാനം കൊള്ളുന്നു നോയില. സോ നോയിലയുടെ പുതിയൊരു ഫോമും കാണിച്ചുകൊണ്ടാണ് ഈ ചാപ്റ്റർ അങ്ങനെ ഇവിടെ അവസാനിക്കുന്നത്.